ഹായ് ഹലോ. അപ്പോൾ ദേ നമ്മളിന്ന് മോമിൽ പോകാനായിട്ട് രാവിലെ ഇറങ്ങിയാണ് കേട്ടോ. ഇന്ന് രാവിലെ വൈകുന്നേരം അങ്ങനെ ഇട്ട കലർത്തിയുള്ള സമയത്ത് കുറേ ടൈമുണ്ട് കേട്ടോ ശർമ്മക്കുട്ടൻ്റെ. അപ്പോൾ സൈക്കിളിന് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് ചവിട്ടാൻ പറ്റണില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ശരിയാക്കാം, ഞാൻ പറഞ്ഞു എങ്കിപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കാണിക്കാം, സൈക്കിൾ നന്നാക്കാൻ എടുത്തുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇത് ഞാൻ ശരിയാക്കിക്കോളാം എന്നും പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ തിരിച്ചും മറിച്ചൊക്കെ ബ്രേക്ക് ഉരുപ്പോയതാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നു, അത് ശരിയാക്കിയ സൈക്കിളിൽ തന്നെ നമ്മൾ പോകുന്നു കേട്ടതേ. അപ്പം ഞാനിങ്ങനെ പുള്ളി ഭയങ്കര ഗൗരവത്തിൽ ഇരിക്കുമായിരുന്നേ. അപ്പം ഞാൻ ഈ ഫോണും കൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ ഗൗരവത്തിൽ ഇരുന്ന് ഇരിക്കാനും സമ്മതിക്കാമല്ലോ, ഇങ്ങനെ ആലോചിച്ചൊന്നും മിണ്ടാതെ ഇങ്ങനെ കൂളായിട്ടിരുന്ന് പോകാനായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ടിരുന്നപ്പോൾ ചിരിയായിപ്പോയി. പിന്നെ പുള്ളി തന്നെ മേടിച്ച് ഞാൻ സൈക്കിൾ വിട്ടണ കാണിക്കാമോ എന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കാമെന്നും പറഞ്ഞിട്ട് അതും എടുത്ത് പിന്നെ ഞാൻ ഫോൺ മേടിച്ച് കുറേ അങ്ങ് ചെന്നപ്പം പുള്ളി കുഴഞ്ഞ്. അതാണ് ആ ഹായ് പറഞ്ഞത്, ഞാൻ കുഴഞ്ഞു ഗൈസ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ചാണകം ഉണ്ടായിരുന്നു, ഒരു ചാക്ക് ഉണങ്ങിയ ചാണകം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു കൃഷിക്കാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞായിരുന്നു ചാണകം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് പിന്നെ കളക്ട് ചെയ്ത് ഒരു ചാക്കാക്കി കെട്ടി ഒരു വണ്ടി വിളിച്ചിട്ട് മറ്റേ ചേട്ടൻ വന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിച്ചും പറഞ്ഞ് നാളെ വണ്ടി വരും ഉറപ്പാൻ പറഞ്ഞ് അല്ല ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി അത് തന്നെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് ആ ചേട്ടന് കാലും ആയ ചേട്ടന്. അപ്പോൾ അങ്ങനെ കുറച്ച് മുഹമ്മയുടെ അടുത്താണ് ഈ കൃഷിക്കാരൻ്റെ വീട്. അപ്പോൾ അവന്മാരും ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ തന്നെ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോയാണ്. 170 രൂപയ്ക്കാണ് ഒരു ചാക്ക് കൊടുത്തത് ചാണകം. അപ്പോൾ അത് പുള്ളി നേരത്തെ കൊണ്ട് തന്നായിരുന്നു, ഉണക്കയാണ്. നമ്മളത് വെയിലത്തിട്ടൊക്കെ ഇതാക്കി സെറ്റാക്കി കുറേ ദിവസത്തെ വേണമല്ലോ. ആദ്യമായിട്ട് പുള്ളി കൊടുത്തതാണ് ചാണകം പശുവിൻ്റെ ഹംസീനെ കൊണ്ടുവന്നിട്ട്. അത് നമ്മളെടുക്കുമല്ലോ. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാ. സ്വന്തമായിട്ട് ഉള്ള ഒരു വരുമാനത്തിൻ്റെ ഒരു സന്തോഷം അതിനൊന്നുണ്ടായിരുന്നു. അതുതന്നെ ഞങ്ങൾ പുല്ലിയെത്താൻ പോയി. പുല്ലിയെത്തേണ്ടത് അപ്പം ഞാൻ ചെത്താന്ന് പറഞ്ഞിട്ട് പുള്ളി വേണ്ട അമ്മ വീഡിയോ എടുത്താൽ മതി, ഞാൻ ചെത്തിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം അവൻ ചെത്തി. പിന്നെ ഞാൻ ചെത്തിയപ്പോഴത്തേക്കും പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു, വേണ്ട അമ്മയുടെ വീഡിയോ ഒന്നും എടുക്കണ്ട. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നേച്ച് ശകലം പുല്ല് എത്തിയുള്ള അവിടെ ശരിക്കും കാട് കയറി കിടന്നൊരു സ്ഥലമായത് കാരണം ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അത് നമ്മൾ വീട്ടിൽ വന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടനോട് പറഞ്ഞ് ചേട്ടനപ്പോൾ ഫോണിനകത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവർ രണ്ടും കൂടി പുരാണം പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് പുള്ളിയിട്ട് ഹംസീനെ കെട്ടാൻ കൊണ്ടുപോയ കാര്യമൊക്കെ പറയുമായിരുന്നു എന്നോട്. എന്തോ നല്ല സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് ചെന്നേച്ച് ഉടനെ തന്നെ ഇവന്മാർ രണ്ടുപേരെ അഴിച്ചു വിട്ടത്. ഈവൻ സുന്ദരൻ്റെ പരിപാടി എങ്ങനെയാണെന്നറിയാമോ, അഴിച്ചു വിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എവിടെയെങ്കിലും നിൽക്കൊണ്ടാൻ നോക്കും. ഉടനെ വന്നിട്ട് എൻ്റെ കാലിലോട്ട് വന്നൊരു ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ നോക്കിയത് കാണാം. ഇവനല്ല മറ്റേ എൻ്റെ കാലെല്ലാം ഇരിക്കുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ എപ്പോഴും വന്നിട്ടുള്ളൊരു ഇരിപ്പാണ് അത് പുള്ളിക്കൊരു ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ദേവന്മാർ രണ്ടും കൂടെ കടിപിടിയും ബഹളമായി. ഇത്തിരി നേരം ഉള്ളു, കെട്ടിയിടണ സമയം മാത്രമേ രണ്ടും കൂടി ഇടിവെക്കാതെ ഉള്ളൂ. പിന്നെ ഉറങ്ങണ സമയം കണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് സ്ലോ മോഷനായിപ്പോയി. രണ്ടുപേരും കൂടി വേണ്ട നടന്നു തന്നെ വരവ് കണ്ട. അതെങ്ങനെയാണോ എൻ്റെ കൈ കൊണ്ടിട്ടാൻ പറ്റിയാണ് ഇങ്ങനെ ആയിപ്പോയി. എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ നോക്കി അതൊന്ന് മാറ്റാനായിട്ട്, അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓർത്താ കുഴപ്പമില്ല, ഒരിച്ചിരി നേരം ഇല്ലല്ലോ, അത് സാരമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കത്തി വെച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇടിവെക്കാൻ പോവുകയാണേ രണ്ടുപേരും കൂടി. ഇവനാണ് ഇടികാരൻ, ഇവൻ ഇഷ്ടമല്ല എൻ്റെ അടുത്തോട്ട് മറ്റവൻ വരുന്ന ഇഷ്ടമല്ല. അതാണ് മെയിൻ വിഷയം. ഒറ്റ കാര്യമില്ല, അവൻ പുറകെ വരികയായിരുന്നു. ഇവൻ വരുന്നുണ്ടെന്ന് നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തിരിഞ്ഞ് ബഹളത്തിന് ചെന്ന്. കുശുമ്പ്. പിന്നെ നമ്മുടെ ശാർമ്മക്കുട്ടൻ്റെ ഒരു വണ്ടി പറമ്പിൽ കിടപ്പുണ്ടായിരുന്നല്ലോ, പഴയ വീഡിയോയിലൊക്കെ കണ്ടു കാണുമല്ലോ. ആ വണ്ടിക്ക് പുള്ളി ആസ്വദിച്ചിരിക്കും. പുള്ളി തന്നെ ലൈറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറേ ലൈറ്റൊക്കെ മേടിച്ച് ചുറ്റും വെച്ച്. അപ്പം ഞാൻ അതിശയിച്ചോട്ടെ, ഡിം ലൈറ്റൊക്കെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റും എന്നും പറയുന്നത് പുള്ളി തന്നെ. ഇതിപ്പം പുള്ളിയാണ് വണ്ടിയുടെ ചുറ്റും, അല്ല ഞാൻ തന്നെയായിരുന്നു, അത് എടുത്തിട്ടില്ല. ആ ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുമേ എന്ന് പറഞ്ഞ് എന്നിട്ട് ആസ്വദിച്ചിരിക്കുക കുറേ നേരം. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറയായിരുന്നു ഇത്രയും ഇതായിട്ട് സെറ്റ് ചെയ്തപ്പോൾ നമുക്കത് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അത് ഓർത്തില്ല. പിന്നെ അത്രയും സമയം ഞാനില്ലാഞ്ഞ സമയത്തൊക്കെ കൂടി പലപ്പോഴായിട്ടാണ് സെറ്റ് ചെയ്തത്. എന്തായാലും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എന്നോട് വാങ്ങിച്ചിട്ട് അകത്ത് ക്യാബിനകത്തൊക്കെ കാണിക്കണമേ എന്ന് പറഞ്ഞു. അതിനകത്തും ഒക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ഒരു വണ്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ അകത്തത് ഇപ്പോൾ കാണിച്ചു തരാമോ തന്നെ.
നല്ല രസമാണ്. പുള്ളിക്ക് ഇലക്ട്രോണിക്സ് വർക്കൊക്കെ കുറേയൊക്കെ പുള്ളി തന്നെ ചെയ്യും. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂളിലും ഒക്കെ ഉണ്ടാക്കി കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. ആരുടെ സഹായമില്ല, അതൊക്കെ പുള്ളി തന്നെ. എനിക്കൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അവന്. എന്താ നല്ല നല്ല ഇതിൽ തന്നെ ചെയ്തേക്കണം. ഇത് നമുക്ക് ദൂരെ നിന്ന് നോക്കിയെന്ന് ഒറിജിനലാണെന്ന് തന്നെ തോന്നും. അകത്തൊക്കെ ചെയ്ത് വെച്ചേക്കണം, ക്യാബിനകത്തൊക്കെ. വെറുതെ പറമ്പിൽ കിടന്ന വണ്ടിയാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയും വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.